പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് നിരാശരായിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ബൈബിളിലെ ഈ കുഞ്ഞു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും മാറ്റിമറിക്കും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കുഞ്ഞു പ്രാർത്ഥന ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത് പ്രാർത്ഥിച്ച വ്യക്തിയുടെ പേരിലാണ്. അത് യബ്ബേസിൻ്റെ പ്രാർത്ഥന. തൻ്റെ അമ്മയ്ക്ക് പോലും പ്രതീക്ഷയില്ലാത്ത കുഞ്ഞായിരുന്നു യബ്ബേസ്. കാരണം യബ്ബേസിൻ്റെ ജനനത്തെക്കുറിച്ച് വേദപുസ്തകം സാക്ഷീകരിക്കുന്നത് യബ്ബേസിനെ തൻ്റെ അമ്മ വ്യസനത്തോടുകൂടെ പ്രസവിച്ചു എന്നാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ യബ്ബേസ് വിശ്വസിച്ചു. അവൻ തൻ്റെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. അതെ, യബ്ബേസിൻ്റെ ഈ എളിയ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവൻ അപേക്ഷിച്ചത് അവന് നൽകുകയും ചെയ്തു. അമ്മയ്ക്ക് പോലും പ്രതീക്ഷയില്ലാത്തവൻ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച് മാന്യനായി എണ്ണപ്പെട്ടു. പ്രതീക്ഷ അസ്തമിച്ച നിമിഷങ്ങളിൽ യബ്ബേസിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റാരിലും ആശ്രയം വയ്ക്കാതെ നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ ശക്തിയുള്ള ജീവനുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.